ഹലോ, നമ്മളിന്ന് മുട്ട കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഗ്രേറ്ററിൽ വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചീകി എടുക്കുകയാണ്. അങ്ങനെ എല്ലാം 1 2 3 4 അങ്ങനെ 4 മുട്ടയും നമ്മൾ ചീകിയെടുക്കണം. ചീകിയെടുത്തതിന് ശേഷം വേണം നമുക്കതിൻ്റെ മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചീകിയെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചീകി കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 1 കഴിഞ്ഞു അങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട്. നമുക്ക് വേണ്ട ഐറ്റംസ് തക്കാളി വേണം, സവാള വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാലയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല നാളികേരം ചെറുകിയത് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടപ്പോൾ. അതിനുശേഷം നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന്, നമുക്ക് ചെറിയ എരിവല്ലേ വേണ്ട, പലഹാരമല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് വേണം, ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാനുണ്ട്. ഗരം മസാല ആഡ് ചെയ്തു, ഗരം മസാല, പിന്നെ കുറച്ച് മൈദപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ മസാലയും ഒന്ന് നല്ല നന്നായിട്ട് പിടിക്കാനാണ്. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ച് നല്ലൊരു മിക്സാക്കി മാറ്റിയെടുക്കണം കേട്ടോ. കൈ വെച്ചാണ് കുഴയ്ക്കുന്നത്. കൈ വെച്ച് കുഴച്ച് നമ്മളത് നല്ല മിക്സാക്കി മാറ്റുകയാണ് കേട്ടോ. മുട്ട കട്ട്ലേറ്റ് ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ. നമ്മളെപ്പോഴും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ അല്ലേ കട്ട്ലേറ്റ് ഉണ്ടാക്കാറ്, വെജിറ്റബിൾസും അല്ലേ. ഇത് മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുള പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. മതിയാവും, നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ആവശ്യത്തിനുള്ള സവാലയിൽ നിന്നുള്ള ഇതും പിന്നെ മുട്ട കുഴയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു ബാറ്റർ പോലെ ആയിട്ടുണ്ടാവും. ഇനി അതപ്പോൾ ഒരു മുട്ട അതിലടിച്ച് ഒരു പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. മുട്ട ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും കുഴച്ച് നല്ലൊരു പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു പാക്കറ്റിൻ്റെ ബ്രെഡ് നമുക്ക് 2-3 പീസ് എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. കട്ട്ലേറ്റ് ആണല്ലോ, അപ്പോൾ ബ്രെഡ് ക്രംസ് വേണം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞപ്പോൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് ചതച്ച വറ്റൽമുളക് ചതച്ചതും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി ചൂടാക്കാൻ വയ്ക്കുകയാണ്. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ഏത് ഷേപ്പിൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞങ്ങളിപ്പോൾ ഒരു ഉരുള പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട്ലേറ്റിന് പല ഷേപ്സ് ആണല്ലോ അല്ലെ. ഹാർട്ട് ഷേപ്പിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനുള്ള കട്ട്ലേറ്റ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സാധാ ഉരുള പോലെയാണ് ചെയ്യുന്നത്. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മളതിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കുഴച്ചൊന്നും കൂടിയും നല്ല മിക്സാക്കി വേണമെങ്കിൽ ആ മുട്ടയിൽ മുക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് ചില. ഇതിപ്പോൾ ഓൾറെഡി മുട്ട തന്നെയാണല്ലോ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, നല്ല ഒരു ഇതിൽ കിട്ടുന്നുണ്ട്, ഒടിഞ്ഞു പോകുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ ഉരുളകളുണ്ടാക്കി നമ്മളത് ബ്രെഡ് ക്രംസിൽ മുക്കി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഫ്രൈ ചെയ്ത് തുടങ്ങാനായിട്ട്. നല്ല ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോഴേക്കും ചട്ടി ചൂടായി, വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടന്നാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറവിലാണ് ചെയ്യുന്നത്. മറിച്ചിടാമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഇതിലേക്കിട്ട് ഒരു സൈഡ് കഴിയുമ്പോൾ അടുത്ത സൈഡ് അങ്ങനെ മറിച്ച് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ബോൾസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണമെന്നുകൊണ്ട് വേഗം എടുത്തിടാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഏകദേശം സെയിം ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം മുട്ടയല്ലേ, ഹെൽത്തിയാണ്. എപ്പോഴും ചിക്കനും ബീഫും തന്നെ വേണമെന്നില്ല. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് മൊരിഞ്ഞപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി.
സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.